പബ്ലിഷിംഗ് ഹൗസ് വളരെ അഭിമാനത്തോടു കൂടി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെതെന്ന പേരിൽ ഒരു PDF ലീക്ക് ചെയ്യുന്നു. 179 പേജുണ്ട്. അതിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. ഇപിക്കൊപ്പം എഴുത്തുകാരനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അല്ലെ? ഇപിയുടെ പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ എന്ന പേരിൽ ഒരു PDF പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇതല്ല എന്ന് DC പറഞ്ഞാൽ DC ആ സമയത്ത് സേവ് ചെയ്യപ്പെടുന്നു. അത് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? കണ്ടന്റ് അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ശ്രീ ഹസ്കർ പറയുന്ന വാദത്തിൽ 2-3 പിശകുകളുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, EP ഇതിനെ ഡിസോൺ ചെയ്തു എന്നുള്ളത് ശ്രീ ഹസ്കർ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് തെറ്റാണ്. കാരണം ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിൽ ഞാനും ഇടതുപക്ഷ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീ ജയരാജനും പങ്കെടുത്ത ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, ഞാൻ വരുന്നത് മറ്റൊരു ചാനലിലെ ചർച്ചയിൽ നിന്നാണ്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ EP ജയരാജൻ ഈ അവതാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കണ്ടന്റിൽ ചില കൂട്ടിച്ചേർക്കലും ചില ഒഴിവാക്കലുകളും ഉണ്ടായിരുന്നു, അത് DC അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. കാരണം ഇത് ഈ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള CPM പ്രോക്സി ആയിട്ട് അയക്കുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആള് ആധികാരികമായിട്ട് പറഞ്ഞതാണ്. സംശയമുള്ളവർക്ക് റിപ്പോർട്ടർ ചാനലെടുത്ത് ഇന്നലത്തെ ഡിബേറ്റ് നോക്കാം. അപ്പോൾ EP ജയരാജൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ തന്നെ പിന്നോട്ട് പോന്നു. അത് മുഴുവനായിട്ട് എൻ്റെതല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് വന്നു കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത് പൊരുത്തപ്പെടുന്നില്ല. എന്താ? DC ബുക്സിന്റെ കച്ചവട തന്ത്രം കൊണ്ട് ഇന്നലെ ദിവസം ഇത് പുറത്തുവിട്ടു. അങ്ങനെ DC ബുക്സ് കച്ചവട തന്ത്രം കൊണ്ട് ഇത് പുറത്തുവിട്ടാൽ അതിന്റെ കണ്ടന്റ് മുഴുവൻ DC ബുക്സ് പുറത്തേക്ക് വിടുന്നത് കൊണ്ട് നട്ടമാർക്ക. ഒന്ന് ആലോചിച്ച് നോക്കൂ, 20-ാം തീയതി കഴിഞ്ഞിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിന്റെ മുഴുവൻ കണ്ടന്റും DC ബുക്സ് പുറത്തുവിട്ടാൽ പിന്നെ ആരാ പുസ്തകം മേടിക്കാൻ പോകുന്നത്? കച്ചവടം എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാധു, DC ബുക്സും EP ജയരാജൻ തമ്മിൽ റോയൽറ്റിയിൽ ഒരു ധാരണയില്ലാതെ ഈ പുസ്തകം പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? റോയൽറ്റിയെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ എന്ത് അബദ്ധമൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ ദേശാഭിമാനി മറ്റേ കവിയൂർ പൊന്നമ്മ മരിച്ചപ്പോൾ മോഹൻലാലിന്റെ പേരിൽ വ്യാജ ഓർമ്മക്കുറിപ്പ് എഴുതിയതിന്റെ അളവുകോല് വെച്ചത് കാണരുത്. DC ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് DC ബുക്സ് അല്ല, ഏത് പ്രസാദ്, ഇപ്പൊ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസാദ സ്ഥാപനത്തിന്റെ പേരറിയില്ല, പക്ഷെ അത് ചെയ്യില്ല. മാക്സിമം സംഭവിക്കാൻ മാധു എന്താ? EP ജയരാജൻ പറയാത്തൊരു കാര്യം അതിനകത്ത് 2 വരി വന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞൊരു പ്രശ്നമുണ്ടാകാം. അതല്ലാതെ ഏറിൽ ആകാശത്ത് നിന്നൊരു ആത്മകഥ ഉണ്ടാക്കി അതിന് നമ്മളൊന്നും കാണാത്ത EMSഉം EP ജയരാജനും കൂടി ഇരിക്കുന്ന ഫോട്ടോ വരുന്നു, അതിനൊരു കവർ പേജ് വരുന്നു. ഏകദേശം ഈ വിവാദം ഉണ്ടാവുന്നതിന് 12 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ടാഗ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൊമോഷണൽ പോസ്റ്റ് വരുന്നു. ഇതൊന്നും EP ജയരാജൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ അത്രമാത്രം മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, EP ജയരാജൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം EP ജയരാജന്റെ തോളിൽ ചവിട്ടി ഉണ്ടാക്കിയ സാമ്രാജ്യമാണ് പിണറായി വിജയന്റെ. ആ തോളിൽ ചവിട്ടി ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൽ അവസാനം താനില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഏറ്റവും വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി EP ജയരാജൻ പ്രവർത്തിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് ടാക്ടിക്കൽ ആയിട്ടുള്ള പവർ തന്ത്രപരമായ ഒരു വേദിയിലെത്തി P. സരിന് വേണ്ടി ജയരാജൻ വോട്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ത്യാഗത്തെ പറ്റി, അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി കൊടുത്ത വിലയെ പറ്റി, അദ്ദേഹത്തിന്റെ മനസ്സിനെ പറ്റി, രാഷ്ട്രീയ ചിന്തയെ പറ്റി ഒക്കെ വാനോളം പുകഴ്ത്തുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള EP ജയരാജൻ എങ്കിൽ ഈ പറഞ്ഞു വെച്ച EP ജയരാജൻ എന്ന് പറയുന്നത് ഏതോ ഒരു ഗൂഢാലോചന കമ്മിറ്റിയുടെ സൃഷ്ടിയാണ്. മാധു, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സരിനെ കുറിച്ച് പുകഴ്ത്തിയ വാചകളൊന്നും ചർച്ചയല്ലല്ലോ, അല്ലല്ലോ. പകരം P. സരിൻ എന്ന് പറയുന്ന അവസരവാദിയാണെന്നുള്ളത് മാത്രമാണല്ലോ ചർച്ച വരുന്നത്. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ് ഏതാണെന്ന് അറിയാത്ത രാഷ്ട്രീയ പ്രവർത്തകനൊന്നും അല്ല EP ജയരാജൻ. നിങ്ങൾ അദ്ദേഹത്തെ മണ്ടനായിട്ടൊന്നും ചിത്രീകരിക്കരുതേ ദയവേത്. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി വരെ എത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അസ്കർ പറഞ്ഞ പോലെ നിഷ്കളങ്കനോ അല്ലെങ്കിൽ അത്ര ബുദ്ധിയില്ലാത്തവനോ ഒന്നും അല്ല. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം P. സരിൻ അവസരവാദിയാണെന്നുള്ളതും അൻവറിന്റെ അനുഭവം ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുമെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നും EP ജയരാജൻ അറിയാം. അത് ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം വന്നു പറയുന്നതിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടിയുടെ നിയോഗം ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യും, ഒരടി ഞാൻ പിന്നോട്ട് വെക്കുന്നു.
20-ാം തീയതി കഴിയുമ്പോൾ ഇതിന്റെ മുഴുവൻ സത്യാവസ്ഥ പുറത്തേക്ക് വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ 20-ാം തീയതി കഴിയുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? കൈയും കെട്ടി നിൽക്കുന്ന പോലെ പറയുന്ന ഡിസിക്ക് എത്ര നാൾ ഇതിന്റെ പാപഭാരം കൊണ്ട് നടക്കാൻ കഴിയും? ആർക്ക്? 20-ാം തീയതി കഴിഞ്ഞാൽ ഈ പാപഭാരം DC ഇറക്കി വെക്കും, ഒരു സംശയവും വേണ്ട. 20-ാം തീയതി കഴിഞ്ഞാൽ ഈ പാപഭാരം DC ഇറക്കി വെക്കും. ആ DC ഇറക്കി വെക്കുന്നത് ഇവർ തമ്മിലുള്ള MOU ഉൾപ്പെടെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആയിരിക്കും. ഈ പുസ്തകത്തിൽ നിന്ന് ഇ.പി. ജയരാജൻ എന്ത് വരുമാനം എന്നെങ്കിലും പറയാതെ ധാരണ ഉണ്ടാവോ? ശരി, ഓക്കെ, ഞാൻ എങ്കിലേക്ക് വരാം.